നിങ്ങൾ ഇത് കണ്ടോ, ഈ ഒരു മെഷീൻ കണ്ടില്ലേ? നമ്മളെ വീട്ടിൽ പല ആളുകളുടെ വീട്ടിലും വേസ്റ്റിന്റെ കൂമ്പാരക്കെട്ടുകളാണ്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് കത്തിക്കാൻ പറ്റുന്ന എല്ലാ വേസ്റ്റുകളും നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡയപ്പർ, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ്, കുട്ടികളുടെ ഡയപ്പേഴ്സ്, വീട്ടിലേക്ക് മാത്രമല്ല കൊമേഴ്ഷ്യൽ ആവശ്യത്തിനുള്ള ഹോട്ടൽസ്, അതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽസ്, അവിടേക്കൊക്കെയുള്ള വലിയ മെഷീൻസും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മളിൽ പല ആളുകളും നമ്മളെ വീട്ടിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സനൽ ബ്രോ, ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് നോർമൽ മോഡൽസ് ആണ് ഇത് വരുന്നത്. അതായത് നമ്മൾ വീടുകളിലേക്ക് കൊടുക്കുന്ന ഏറ്റവും ബേസ് മോഡൽ ഒരു 5 കിലോ മുതൽ 20 കിലോ വരെ ഡെയിലി നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതിലാകുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഡൈപ്പർ, ലേഡീസിൻ്റെ പാഡ്, ചപ്പുചോറുകൾ, പേപ്പർ വേസ്റ്റ്, അങ്ങനെ കത്തിച്ച് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റുകളിൽ കത്തിച്ച് കളയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വരുന്നത് 2 വർഷം വാറണ്ടി വരുന്ന മോഡലാണ്. നമുക്ക് ഇതിൽ തുരുമ്പ് പിടിക്കുക, ദ്രവിച്ച് പോകുക, അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല. ഉള്ളിൽ നമ്മൾ ഫയർ കാസ്റ്റബിൾ വരുന്നുണ്ട്. അതായത് ഉള്ളിൽ നമ്മൾ ഈ ഹീറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയർ കാസ്റ്റബിളാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ചിക്കൻ മെഷ്, ആണിയൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഇതാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അല്ലേ? പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഇത് എത്ര അടി ഉണ്ടാവും? ഇത് നോർമൽ മെഷീൻ അടക്കം 10 അടി ഹൈറ്റ് വരും. പൈപ്പ് മാത്രം നമുക്ക് 6 അടി ഹൈറ്റ് വരും. പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, മഴവെള്ളം ഉള്ളിലേക്ക് കടക്കില്ലല്ലോ? മഴവെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് വെച്ചിരിക്കുന്നത്. ആ മുകളിൽ ടോപ്പ് ഉണ്ട്, ഡയറക്റ്റ് മഴവെള്ളം അതിന്റെ ഉള്ളിലേക്ക് വീഴില്ല. ഇത് കാസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ചൂടടിക്കില്ലല്ലോ, വരില്ല. ഇതിന്റെ അടുത്ത സൈസ് ഏതാണ്? ഇതിന്റെ അടുത്ത സൈസ് വരുന്നത് ഈ നെക്സ്റ്റ് സൈസ് ആണ്. ഇതൊരു 5 കിലോ മുതൽ 25 കിലോ വരെ ഡെയിലി കത്തിക്കാൻ പറ്റും. ഓക്കെ, ഇതിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കൂടുതൽ അഡൽട്ട് ഡൈപ്പേഴ്സ് കത്തിക്കാനായിട്ടുള്ള മോഡലാണ് ഇത് വരുന്നത്. ഇപ്പോൾ വലിയ ആൾക്കാരുടെ ഡൈപ്പർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈർപ്പം കൂടുതലുള്ളതാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നോർമൽ കപ്പാസിറ്റിയുള്ള മെഷീനേക്കാളും കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള മെഷീൻ വേണം. ഇതിൽ നമുക്ക് ഡൈപ്പേഴ്സ് ഇടുമ്പോൾ എപ്പോഴും മുകളിലായിട്ട് ഇടാം. ഇതിൽ നമുക്ക് 2 ചേമ്പർ വരുന്നുണ്ട്. ഈ ഒരു ചേമ്പറിൽ നമുക്ക് ഡൈപ്പേഴ്സ്, അഡൽട്ട് ഡൈപ്പർ ഇടാം. പിന്നെ അടിയിൽ നമുക്ക് നോർമൽ വേസ്റ്റുകൾ, അതായത് ഈ ചകിരി, ചിരട്ട, ചപ്പുചോറുകൾ, പേപ്പർ വേസ്റ്റ്, അതൊക്കെ ഇതിൽ വെക്കാനും പറ്റും. ഇതിലൊക്കെ നമുക്ക് വേസ്റ്റുകൾ, അതായത് വേസ്റ്റുകൾ നമ്മൾ നോർമൽ വേസ്റ്റുകൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്കൊരു ആ ഒരു ഉള്ളിലൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് തൊട്ട് ഈ ഒരു ലെവൽ വരെ നമുക്ക് വേസ്റ്റുകൾ ഇടാം. അപ്പോൾ നമുക്ക് തിക്കായിട്ട് ഇടാത്ത കുറച്ച് ലൂസായിട്ട് ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് തീപ്പെട്ടി കൊണ്ട് തന്നെ കത്തിച്ച് കൊടുക്കുക. കത്തിച്ച് കൊടുത്ത ശേഷം ഡോർ അടച്ചു വയ്ക്കുക. ഡോറ് കംപ്ലീറ്റ്ലി അടച്ചു വയ്ക്കുക. നമുക്ക് തുറന്നു വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കത്തി കഴിഞ്ഞു. കത്തി കഴിഞ്ഞിട്ടുള്ള ചാരം എപ്പോഴും ഇതിൻ്റെ അടിയിലേക്ക് വീഴും. അത് നമുക്ക് ഈ ഡോർ തുറന്നിട്ട് ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. ഇതിലാകുമ്പോൾ ഒരു ചേമ്പറേ വരുള്ളൂ. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ വേസ്റ്റുകൾ ഇടാം, ജസ്റ്റ് കത്തിക്കുക, അതിനുശേഷം ഡോർ അടച്ചു വയ്ക്കുക. ഇത് എത്രയായിരുന്നു സൈസ് പറഞ്ഞത്? ഇത് 5 കിലോ മുതൽ 25 കിലോ വരെ ഡെയിലി കത്തിക്കാൻ പറ്റും. 25 കിലോ വരെ? അതെ അതെ. ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പ് വരും. 6 അടി ഹൈറ്റുള്ള നോർമൽ പൈപ്പാണ് വരാം. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് രണ്ടും സെയിം ആണോ? ഇത് രണ്ടും സെയിം മോഡൽസാണ്. രണ്ടും നമുക്ക് അഡൽട്ട് ഡൈപ്പർ കത്തിക്കാനുള്ള സെയിം മോഡലാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ മോഡൽസ്, അതായത് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് കൊടുക്കാൻ പറ്റിയ മോഡൽസ് ആണ് ഈ മോഡൽസ് വരുന്നത്. ഹോട്ടൽസിൽ, റെസ്റ്റോറൻറ്റ്സിൽ കൊടുക്കുന്ന വലിയ മോഡൽസ് ആണ്. ഇതിലൊക്കെ നമുക്ക് ഉള്ളിൽ നമ്മൾ കാസ്റ്റബിൾ, നേരത്തെ ചെറിയ മെഷീനിലൊക്കെ നമ്മൾ ഫയർ കാസ്റ്റബിൾ യൂസ് ചെയ്യാം. ഇതിലൊക്കെ നമ്മൾ ഫയർ ബ്രിക്കാണ് യൂസ് ചെയ്യുക. 1S ഗ്രേഡിന്റെ ഫയർ ബ്രിക്കാണ്. ഫയർ ബ്രിക്കാണ് നമ്മൾ ഉള്ളിൽ ഫുൾ ഇത് വെക്കും. ഇതൊക്കെ നമുക്ക് 3 ഇഞ്ച് തിക്നെസ് ഉള്ളതാണ്. ഇതല്ലാതെ വരുന്ന വലിയ മോഡൽസിൽ നമുക്ക് അതിനനുസരിച്ച് ഇഞ്ചുകൾ മാറ്റം വരും. ഒരു 15 കിലോ മുതൽ 150 കിലോ വരെ ഡെയിലി കത്തിക്കാൻ പറ്റും. ഇനി ഇതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് 20 കിലോ മുതൽ 200 കിലോ വരെ കത്തിക്കാൻ പറ്റും. ഓ, അടിപൊളി. അപ്പൊ ഇത് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ സ്കൂൾസ്, കോളേജസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അങ്ങനെയുള്ള പല കാറ്റഗറിയിൽ പല മോഡലുകളുണ്ട്. ഇതല്ലാതെ നിങ്ങളിപ്പം അവരുടെ റിക്വയർമെന്റ് പ്രകാരം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചിലർക്ക് ടെമ്പറേച്ചർ കൂടുതലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, ചിലർക്ക് ടെമ്പറേച്ചർ കുറഞ്ഞുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മേക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ നിങ്ങളുടെ നമ്പറും അഡ്രസ്സൊക്കെ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. നമ്മുടെ വ്യൂവേഴ്സ് കോൺടാക്ട് ചെയ്താൽ ആളുകളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് അവരെ ആവശ്യം വിളിച്ച് ഞങ്ങളോട് അറിയിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് മാസ് ട്രേഡേഴ്സിന്റെ വിശേഷങ്ങൾ. ഇവരുടെ നമ്പറും അഡ്രസ്സും ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുക്കട്ടോ. ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം.